ഇന്ത്യയിലെ പ്രഗത്ഭരായ ജേർണലിസ്റ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പത്രാധിപർ കൂടിയായ ആർ രാജഗോപാലിൻ്റെ സ്ഥാനം. അദ്ദേഹത്തിൻ്റെ പേര് ബംഗാളിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പാസ്പോർട്ടും ഇപ്പോൾ പുതുക്കി നൽകിയിട്ടില്ല. ഇതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്. ജിഗീഷ്, ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ രാജഗോപാലിനെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഈ ഭരണകൂടം വേട്ടയാടുന്നതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത്? ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയപ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒക്കെ അതിൽ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. കാരണം ഈ വോട്ടിംഗ് എന്നുള്ളത് നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു മേന്മയായിട്ട് അവകാശപ്പെടുന്ന ഒന്നാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 തികഞ്ഞ ഏത് മനുഷ്യനും വോട്ട് ചെയ്യാം എന്നുള്ളത്. അത് പല രാജ്യങ്ങളിലും അത് വളരെ വൈകിയ വേളയിലാണ് സ്ത്രീകൾക്ക് അതല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഒക്കെ വോട്ടിംഗ് റൈറ്റ്സ് യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും എല്ലാം കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ ഭരണഘടന സ്ഥാപിതമായ അന്നു തൊട്ട് തന്നെ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വോട്ടിംഗ് റൈറ്റ്സിന് സ്വാഭാവികമായിട്ടും അത് ഇലക്ഷൻ കമ്മീഷനാണ് അത് നമുക്ക് നമ്മുടെ പേര് ഉറപ്പിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ അതെല്ലാം നടത്തുന്നതെല്ലാം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് ശേഷം ഇത് ഒരു പൗരൻ്റെ ബാധ്യതയായിട്ട് മാറുകയാണ്. അപ്പോൾ ശ്രീ രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലെ എമ്പാടും അറിയപ്പെടുന്ന ഒരു പത്രക്കാരനാണ്. ടെലഗ്രാഫ് പോലെയുള്ള പലപ്പോഴും ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന, അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രത്തിൻ്റെ വർഷങ്ങളോളം അതിൻ്റെ എഡിറ്ററായിരുന്ന, അതിൻ്റെ പ്രധാന മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരാളാണ് ശ്രീ ആർ രാജഗോപാൽ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇപ്പം എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു ഹെഡ്ലൈനാണ് അദ്ദേഹത്തിൻ്റെ ഈ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി ഒരു തവണ പാർലമെൻറ്റിൽ 2 മണിക്കൂറോളം പാർലമെൻറ്റിൽ സംസാരിച്ച പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് ഒരു പാസിംഗ് റെഫറൻസ് മാത്രമാണ് 1.5 മണിക്കൂർ പ്രസംഗത്തിനിടയിൽ നടത്തിയത്. അപ്പോൾ അത് അന്ന് മണിപ്പൂർ വിഷയം കത്തി നിൽക്കുന്ന സമയമാണ്, മണിപ്പൂരിൽ കലാപം നടക്കുന്ന സമയമാണ്. പ്രധാനമന്ത്രി അങ്ങോട്ട് പോകണം എന്നും ആ കലാപത്തിനെതിരായ നീക്കങ്ങൾ ഗവൺമെൻറ് വേണ്ടത്ര നടത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്ന സമയത്താണ് ബ്ലാ 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 എന്ന് പറഞ്ഞ് വളരെ നീളത്തിൽ ടെലഗ്രാഫിൽ അത് അത്തരത്തിൽ ആളുകളെ പെട്ടെന്ന് ആ ഒരു വിഷയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുന്നതിലും വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ്ലൈൻസും വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും എന്താ പറയുക, ഒരു നല്ല ഒഴുക്കോട് കൂടിയിട്ടുള്ള ഭാഷയും ഉപയോഗിക്കുന്ന ഒരു പത്രം എന്നുള്ള നിലയ്ക്കാണ് ടെലിഗ്രാഫിൻ്റെ. പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് BJP ഈ SIR എന്തിനാണ് BJP SIR ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണത്. കാരണം ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പോസിഷൻ വോയിസസ് ഉണ്ടെങ്കിൽ അതിനെ ഈ SIR പോലെയുള്ളൊരു പ്രക്രിയയിലൂടെ അതിനെ പൗരത്വം അടക്കം നിഷേധിക്കുക. പൗരത്വം മാത്രം, അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റ്സും മാത്രമല്ല നിഷേധിച്ചത്, വോട്ടിംഗ് റൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മളിപ്പോൾ ജേർണലിസ്റ്റ് സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് ജേർണലിസ്റ്റുകൾ മുതിർന്ന എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഇത് പുനർവിചിന്തനം ഗവൺമെൻറ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ DUJ, KUWJ, NAJ അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയൻസും ജേർണലിസ്റ്റുകളുടെ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് തിരികെ നൽകണം, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് തിരികെ നൽകണം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിന് വ്യക്തത വരുത്തണം എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം ട്രിബ്യൂണലിൽ പോയിട്ടുള്ള ഒരാളാണ്. ഈ ബംഗാളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടിംഗ് റൈറ്റ്സ് പോയ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ്, ട്രിബ്യൂണലിൽ കംപ്ലൈൻറ്റ് നൽകിയിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും വോട്ട് ചെയ്യാനോ പറ്റിയില്ല. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശയാത്ര നടത്തുന്നതിന് അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇത് നാളെ ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ജിഗീഷ്, ഇതിനകത്ത് ഈ ട്രിബ്യൂണലിലും ഇതുപോലെ പല ട്രൈബ്യൂണലിൻ്റെ പാസ്പോർട്ട് ഓഫീസറുടെ മുന്നിലൊക്കെ പോകുന്നത് വളരെ കോമഡിയായി തീർന്നിരിക്കുകയാണ്. കാര്യം അദ്ദേഹം നേരത്തെ ജിഗീഷ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വിദേശയാത്ര എന്ന് പറഞ്ഞാൽ അത് കാലിഫോർണിയയിൽ മകളുടെ വിവാഹമായിരുന്നു, ഏപ്രിൽ 17.
അതിനാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാതിരുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് SIRനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ പറഞ്ഞ് ഈ വോട്ടർ പട്ടിക കാലോചിതമായി തന്നെ പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്, ചില ഇല്ലാത്ത ആൾക്കാരെ ഒക്കെ പുറന്തള്ളേണ്ടതുണ്ട്. അങ്ങനെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടി മാത്രം എന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ പലയിടത്തും പല പദ്ധതികളും നടപ്പാക്കുന്നത് ഇതിൻ്റെ പേരിലാകുന്നു. പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നില്ല. ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു പോക്ക്? ഈ SIR ഒരു പൗരത്വ കാർഡ് എന്നുള്ള നിലയ്ക്ക് മാറ്റാനുള്ള ശ്രമമാണ് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഓപ്പോസിഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സുപ്രീം കോടതിയും ഈ വിഷയം പരിശോധിച്ചതാണ്. പക്ഷേ അതിനൊരു ഒരു ഒരു ഒഫീഷ്യൽ എക്സർസൈസ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് സുപ്രീം കോടതി കണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ശ്രീ രാജഗോപാലിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അപ്പോൾ ഈ ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങളും തുടർന്നുള്ള ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള SIR ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം എക്സർസൈസസ് എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ ബാധിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ വീണ്ടും ഇടപെടേണ്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് ഏത് നിലയിലായിരിക്കും എന്നുള്ളത് അത് ഈ നാട്ടിലെ നിയമവിദഗ്ധരും പാർലമെൻറ്റും ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട, പൊളിറ്റിക്കൽ പാർട്ടികളും ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ശ്രീ രാജഗോപാൽ എന്നുള്ള ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ വിഷയം മാത്രമല്ല. ഇതൊരു ഒരു ഒരു ഓപ്പോസിഷൻ ശബ്ദമുയർത്തുന്ന, അതായത് ഒരു ഓപ്പോസിഷൻ പാർട്ടികളുടെ അല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ, ഇപ്പം മണിപ്പൂരിലൊരു സാധാരണ മനുഷ്യൻ്റെ വേദനയാണ് ഒരുപക്ഷെ ടെലഗ്രാഫ് അന്ന് ആ ദിവസം അവതരിപ്പിച്ചത്, ഒരു ഹെഡ്ലൈനിലൂടെ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ വാർത്തയിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരുടെ ആയ ഒരു എഡിറ്ററെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പൗരത്വമടക്കം നിഷേധിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകൾക്കും, ജുഡീഷ്യറിക്കും പാർലമെൻറ്റിനും എക്സിക്യൂട്ടീവിനും എല്ലാം അതിലൊരു ഒരു 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 കൺസേൺ, ഒരു ഉത്കണ്ഠ, ഒരു ആകുലത തോന്നേണ്ടതാണ്. ആ ആകുലത വരും ദിവസങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് ആഗ്രഹിക്കാനാണ് ജേർണലിസ്റ്റുകളുടെ യൂണിയൻ എന്നുള്ള നിലയ്ക്കോ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്കോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പ്രധാനമായും രാജഗോപാൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, അത് പൗരത്വത്തിനൊരു പ്രതിസന്ധി തന്നെയാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല. കാരണം 27 ലക്ഷം പേരാണ് ബംഗാളിൽ ഇതുപോലെ പുറത്താക്കപ്പെടുന്നത്. അതെ, അതാണ് ബംഗാളിൽ 27 ലക്ഷം പേർ, UP-യിൽ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ, 22 കോടി ജനങ്ങളുള്ളതിൽ ഏതാണ്ട് 2 കോടിയോളം എന്നുള്ളതാണ് UP-യിലെ ഒരു കണക്ക് ഏറെക്കുറെ വന്നത്. ഡൽഹിയിൽ വരുമ്പോൾ എത്ര വരും? രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ പഞ്ചാബ്, പിന്നെ ഇലക്ഷന് പോകുന്ന പല സംസ്ഥാനങ്ങളിലും ഇനി ഈ എക്സർസൈസ് വരേണ്ടതായിട്ടുണ്ട്. ആസാം. അപ്പോൾ രാജ്യത്തെ കമ്മ്യൂണൽ, അതല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ വേഴ്സസ് റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിഭജിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് SIR പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിന് സുപ്രീം കോടതിന് കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരും. അതിനെ തടയുന്നതിനും അത്തരം അതിൽ ഉള്ള ഈ കമ്മ്യൂണൽ എലമെൻറ്റിനെ എടുത്തു കളയുന്നതിനും സുപ്രീം കോടതിന്, അല്ലെങ്കിൽ ഒരു ഡിവിസീവ് എലമെൻറ്റിനെ ആ പ്രക്രിയയിൽ നിന്ന് എടുത്തു കളയുന്നതിന് സുപ്രീം കോടതിന് നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ 2022 അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിന് പേര് കട്ട് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷേ 2016 അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് കേരളം അറിയപ്പെടുന്ന ഒരാളാണ് പ്രൊഫസർ രാംദാസ്. മദ്യവിരുദ്ധ സമിതിയുടെ വലിയ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനാണ് അദ്ദേഹം. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ആളുകൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വോട്ട് കട്ട് ചെയ്യപ്പെട്ടത് എന്നിപ്പോഴും രാജഗോപാലിന് മനസ്സിലായിട്ടില്ല. പക്ഷേ രാജഗോപാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം തന്നെ പറയുകയാണ്, പന്ത് തട്ടുന്നത് പോലെ ഓരോ അതോറിറ്റികളും സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോകുന്നു, അവിടുന്ന് അടുത്ത സർക്കാർ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് പുതുക്കാൻ വേണ്ടി ഒരു വേദനയോടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ഇത് എവിടെ, ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ പറഞ്ഞു, പാസ്പോർട്ട് എന്നുള്ളത് ഒരു പൗരത്വത്തിൻ്റെ തെളിവല്ല, ആധാർ ആ തരത്തിലുള്ള തെളിവല്ല. അപ്പോൾ എന്താണ് ശരിക്കും പൗരത്വത്തിലുള്ള തെളിവ്? ഇത് RSS ഇതുവരെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ
ഒരു മിത്തുണ്ട്. അതായത് ഈ രാജ്യത്തെ പൗരന്മാരിൽ പലരും ബംഗ്ലാദേശികളാണ്, അതല്ലെങ്കിൽ കുടിയേറ്റക്കാരാണ് എന്നുള്ള ഒരു മിത്ത്. ആ മിത്ത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വൃഥാ എക്സർസൈസുകളാണ് ആദ്യം CAA-NRCയുടെ രൂപത്തിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഈ SIRന്റെ രൂപത്തിൽ നമ്മൾ കാണുന്നത്. ഇത് രണ്ടും CAA-NRC വിചാരിച്ച രീതിയിൽ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ SIRന്റെ കാര്യത്തിൽ തന്നെ വലിയ രീതിയിൽ ഇവിടെ വിദേശ പൗരന്മാരുണ്ട്, അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIR എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞിരുന്നത്. പല സംസ്ഥാനങ്ങളിലും ഒരാളെ പോലും കണ്ടുപിടിക്കാൻ നോട്ട് നിരോധനം പോലെ തന്നെ. അതെ അതെ, അത്തരത്തിലുള്ളൊരു എക്സർസൈസാണത്. അത് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കുക, ഭരണം തുടർന്നു കൊണ്ടുപോവുക. അങ്ങനെ ഭരണം തുടർന്നുകൊണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മറ്റു പല പ്രശ്നങ്ങളും, ഇപ്പോൾ രാമക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതി അടക്കമുള്ള വിഷയങ്ങളെ ആളുകൾ മറക്കുക, അല്ലെങ്കിൽ അത് കാണാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പല പ്രശ്നങ്ങളെയും ഇവരുപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഡൽഹിയിൽ SIR വരുമ്പോൾ, ആസാമിൽ SIR വരുമ്പോൾ, മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ബൗണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ SIR വരുമ്പോൾ ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ജനങ്ങൾ ഒരു പൗരത്വ പ്രതിസന്ധി, ഇപ്പോൾ രാജഗോപാൽ ഫേസ് ചെയ്യുന്ന പോലെയുള്ള ഒരു പൗരത്വ പ്രതിസന്ധി സാധാരണ ജനങ്ങൾ, കർഷകരും തൊഴിലാളികളും, അതല്ലെങ്കിൽ ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു റാലിക്ക് പോയ ഒരു കർഷകന് നാളെ നിങ്ങൾ ആ റാലിക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അയാളുടെ വോട്ട് നിഷേധിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇത് എന്താണ് ഈ ഗവൺമെൻറ് RSS ഉദ്ദേശിച്ചൊരു അജണ്ട നടപ്പിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഓപ്പോസിഷൻ, പ്രതിപക്ഷത്തുള്ള ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് അവരുടെ വോട്ടർ റൈറ്റ്സ് ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്കാണോ പോകുന്നത് എന്ന് ഭയക്കേണ്ടതുണ്ട്. ഇത് കേവലം രാജഗോപാലിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യ നേരിടുന്ന വളരെ അടിയന്തരമായി തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ ഇനി വീണ്ടും നേരത്തെയുള്ള വിധികൾ പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ആളുകളുടെ ഇതുവരെ വർഷങ്ങളായി വോട്ട് ചെയ്തിരുന്നവരുടെ അവരുടെ വോട്ടിംഗ് റൈറ്റ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി കഴിയുമ്പോൾ, SIRൻ്റെ പേരിൽ ഇല്ലാതാക്കി കഴിയുമ്പോൾ, അവർ പിന്നീട് അവർക്ക് പല തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, പാസ്പോർട്ട് പുതുക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് അവർക്കിടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ രാജഗോപാൽ പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, പന്ത് തട്ടുന്നത് പോലെ തന്നെ ഓരോ അതോറിറ്റികളും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ ഒരു പന്ത് തട്ടാൻ വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.